ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികളുടെ എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഡാൻസ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് ഞങ്ങൾ എല്ലാവരും. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കുറേ പരിപാടികളുണ്ടായിരുന്നു. ഒരു ഡാൻസ് പ്രോഗ്രാം ആകുമ്പോൾ നമുക്കറിയാലോ, അത് മേടിക്കുക ഇത് മേടിക്കുക അങ്ങനെ അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ എല്ലാം സെറ്റാക്കി എല്ലാം പിള്ളേരെ ഏൽപ്പിച്ച് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് റെഡി ആവണം. രാവിലെ ഇപ്പോൾ അവൻ്റെ മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചങ്ങമ്പുഴ പാർക്കിൽ വെച്ചിട്ടാണ് കേട്ടോ പ്രോഗ്രാം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് രാവിലെ ഇറങ്ങിയത്, കാരണം നമുക്ക് മുല്ലപ്പൂ അതൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ ആള് ഏർലി മോർണിംഗേ ഇറങ്ങി ഓട്ടത്തിലാണ്. ഇപ്പോൾ ആൾ ഓഫീസിലേക്ക് പോയി, ഇങ്ങനെ പിക്ക് ചെയ്യാൻ വരും. അപ്പോൾ ഞാൻ ഈ സാരി എടുക്കാൻ വേണ്ടിയിട്ട് വേറെ വീട്ടിലേക്ക് വന്നതാണ്. അവിടെ ഞങ്ങൾ മേക്കപ്പൊക്കെ പിള്ളേർ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ ചെറിയതായിട്ട് സ്റ്റേജ് റിഹേഴ്സലൊക്കെ നോക്കി. സ്റ്റേജ് റിഹേഴ്സൽ ഇൻ ദ സെൻസ് ഒരുപാട് കളിച്ച് നോക്കിയില്ല, ജസ്റ്റ് പൊസിഷനൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതൊക്കെ നോക്കി പിള്ളേർ മേക്കപ്പ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേക്കപ്പ് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ നമുക്ക് വേഗം റെഡി ആയിട്ട് ഇനി വേഗം അവിടേക്ക് ചെല്ലണം. അപ്പോൾ ഈ ഡാൻസ് പ്രോഗ്രാം ഞാൻ ആക്ച്വലി എൻ്റെ 5th മന്ത് ആയപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. 5th മന്ത് ആയപ്പോഴാണ് ഞാൻ കുറച്ച് ഒന്ന് ഓക്കെ ആയി തുടങ്ങിയത്. ഫസ്റ്റ് 3 months ഞാൻ ഫുൾ കിടപ്പിലായിരുന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യായിരുന്നു. പക്ഷെ ഞാൻ സ്റ്റിൽ ഓരോന്നൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ കിടപ്പിലായി പോകുന്നതേ ഇഷ്ടമല്ല. അപ്പം ഞാൻ എന്നെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത് ഇങ്ങനെ ഡാൻസ് വർക്ക്ഷോപ്പും ക്ലാസ്സുകളൊക്കെ ഇൻ ബിറ്റ്വീൻ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു 4th month ഒക്കെ ആയപ്പോൾ പിന്നെ കണ്ടിന്യൂസ് എടുക്കാൻ തുടങ്ങി. 5th month ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഡെലിവറി കഴിഞ്ഞൊരു ബ്രേക്ക് വന്നാൽ പിള്ളേർക്ക് പ്രോഗ്രാമൊക്കെ മുടങ്ങുമല്ലോ, പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഡെലിവറിക്ക് മുന്നേ ഡെഫിനറ്റ്ലി ഒരു പ്രോഗ്രാം ചെയ്യിപ്പിക്കണം എന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഓർത്ത് ചങ്ങമ്പുഴ പാർക്കിൽ ചെയ്യിക്കാം, അവിടെ അവർ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു സ്റ്റേജ് എടുത്തു. അപ്പോൾ 5th month എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അന്ന് മുതൽ തുടങ്ങിയില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് പ്രാക്ടീസൊക്കെ തുടങ്ങിയത്. ഇപ്പം എനിക്ക് 8th month ആവാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ നല്ല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഈ പ്രോഗ്രാം കമ്മിറ്റ് ചെയ്യാൻ നേരത്തെ എൻ്റെ അമ്മയും ഹസ്ബൻഡൊക്കെ പറയുന്നുണ്ടായിരുന്നു, എടുക്കണോ അത്, നമുക്കിത് കഴിഞ്ഞിട്ട് പോരെ, ബുദ്ധിമുട്ടാവില്ല, ആ സമയമാകുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. 5th month ആയിരുന്നപ്പോൾ August 5th എന്ന് പറയുമ്പം August 5th ആട്ടോ ഇന്ന്, പ്രിറ്റി ലോങ് ആണല്ലോ. അപ്പോൾ അന്ന് എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ എന്ന് അറിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞില്ല, നമുക്ക് എന്തായാലും എടുക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഡാൻസ് ക്ലാസ് ഇത്രയും ദിവസം നമ്മൾ കണ്ടിന്യൂസ് ക്ലാസ്സും വൈകിട്ടായിരുന്നു ക്ലാസ്, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു. ഡാൻസ് ക്ലാസ്സിൽ മാത്രമല്ല, നമുക്ക് കുറേ പരിപാടികളും ഇതിൻ്റെ ഇടയിലൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ, പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ വീട്ടിലിരിക്കുന്ന അവസ്ഥ എനിക്ക് ഒട്ടും പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാൻ തന്നെ എന്നെ പുഷ് ചെയ്ത് എനിക്ക് പറ്റുന്ന കാര്യങ്ങളും ഡാൻസ് ക്ലാസ്സും എൻ്റെ ക്ലാസ്, ഞാൻ പഠിക്കുന്ന ക്ലാസ്സും ഒക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര വയ്യാണ്ടായി പോകും, അതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിപ്പോൾ നമ്മൾ എത്ര പുഷ് ചെയ്യാൻ നോക്കിയാലും അന്ന് നടക്കില്ല. അങ്ങനെ ചില ദിവസങ്ങളിൽ മാത്രം കേട്ടോ. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറിയ വോമിറ്റിംഗ് ഒക്കെ. ഇപ്പോൾ 7th month കഴിയാറായപ്പോൾ, എല്ലാ മന്ത് കഴിയാറാവുമ്പോൾ ഒരു കലാശക്കൊട്ട് ഉള്ളൊരു സാധനം വരും കേട്ടോ. എന്തെങ്കിലും ഒരു ഒരു അപാര വോമിറ്റിങ്ങോ ക്ഷീണോ അങ്ങനെ എന്തെങ്കിലും വരും. ഇന്ന് ചെറിയൊരു വോമിറ്റിംഗ് ഉണ്ടായിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇതുവരെ. അപ്പോൾ നമുക്ക് ഒട്ടും സമയമില്ല, നമ്മൾ വേഗം റെഡിയാവാം. ഡാൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്തായാലും ടെൻഷനുള്ള പരിപാടിയാണ്. ഇവൻ എൻ്റെ ഡാൻസ് പ്രോഗ്രാമിന് എനിക്ക് നിലത്ത് നിൽക്കാൻ പറ്റില്ല, എനിക്ക് അത്ര ടെൻഷൻ, എന്താ അറിയില്ല, എനിക്ക് ആ ടെൻഷൻ അടിയേ ഇഷ്ടമല്ല, അങ്ങനത്തെ ടെൻഷൻ അടിയേ ഇഷ്ടമല്ല. അപ്പോൾ പിള്ളേരുടെ ആണെങ്കിലും എനിക്കൊരു വല്ലായ്മ പോലെയാണ്, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ആ ടെൻഷൻ ഇഷ്ടമല്ല. ഞാൻ വിചാരിക്കും പക്ഷേ ആ ടെൻഷനൊന്നും വേണ്ടായിരുന്നു, കൂളായിട്ടിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. എനിക്കല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക്, ഓരോ കാര്യങ്ങൾക്ക് എല്ലാ ഇവരും ഞാൻ കമ്മിറ്റ് ചെയ്യും, ചാടിക്കറിയാം, ഞാൻ ചെയ്യാം, അത് ചെയ്തോളാം, ഇത് ചെയ്തോളാം എന്നൊക്കെ ഏക്കേ ചെയ്യും. പക്ഷേ കാലത്തോടെടുക്കുമ്പോൾ നല്ല ടെൻഷനാണ്. പക്ഷെ ഞാൻ ചെയ്യും, എന്നാലും ടെൻഷനൊക്കെ ഉണ്ട്, അതാണ്. അപ്പം എല്ലാ പ്രാവശ്യവും ഞാനാണല്ലോ അനൗൺസ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പം ഞാൻ സ്റ്റേജിൽ കയറുന്നില്ല, വലിയ കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അമ്മ അനൗൺസ് ചെയ്യാൻ വിചാരിച്ചു. ലാസ്റ്റ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റേജിൽ കയറുള്ളൂ. അതുവരെ ഞാനിങ്ങനെ ഇരുന്ന് മൊത്തം കാണാൻ പോവാണ്. ആദ്യമായിട്ട് ഞാൻ അങ്ങനെ കാണാൻ പോകുന്നത്. കാരണം ഞാൻ ഒരു ഡാൻസ് പരിപാടിക്ക് ഇനി ഇരുന്നൊന്നും വരെ കാണാൻ പറ്റാറില്ല. ഇരിക്കുക, ബാഗിലേക്ക് ഓടിപ്പോവുക, ടീച്ചേഴ്സിന് അറിയാമല്ലോ, ഓടിപ്പോവുക, പിന്നെ ഓടിപ്പോവുക, അനൗൺസ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ ഇന്ന് ഞാൻ ഓടുന്നതേ ഇല്ല. അനൗൺസ്മെൻറ്റ് അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ബാക്കി പിള്ളേരോടെല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. കറക്റ്റ് കയറിക്കോളാനും ഇറങ്ങാനൊക്കെ. ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് മൊത്തം എൻ്റെ ഡാൻസ് പെർഫോമൻസിൻ്റെ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് മൊത്തം ഞാൻ ഇരുന്ന് കാണും. അത്രേ ഉള്ളൂ. പരിപാടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അത് മേടിക്കണം, ഇത് റെൻറ്റിന് എടുക്കണം, അത് എടുക്കണം, ഓടണം, പിടിക്കണം. അപ്പോൾ എല്ലാത്തിനും രാവിലെ തൊട്ട് എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉള്ളതുകൊണ്ട് ഒരു പാവം
ഒന്നും അറിയണ്ട കേട്ടോ. ആള് ഞാൻ പറയുന്ന അനുസരിച്ച് എനിക്ക് എല്ലാം അവിടെ നിന്നൊക്കെ സോഴ്സ് ചെയ്ത് തരും. അതായിട്ട് ആളിപ്പോൾ ഓഫീസിലേക്ക് പോയി ഗ്യാപ്പ് കിട്ടിയപ്പോൾ ആളെല്ലാം റെഡിയാക്കി വെക്കും. നമുക്ക് അങ്ങനെ ഒരാളെ കൂടെ വേണ്ടത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കാരണം ഒരുപാട് സാധനങ്ങൾ മേടിക്കാണ്ടല്ലോ എന്നെ അവിടെ കൊണ്ടുപോകാനും ഇങ്ങനെയൊക്കെ ചെയ്യാനും. അപ്പോൾ ആള് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് പറ്റുന്ന പോലെ അമ്മയും കാര്യങ്ങളൊക്കെ ചെയ്തോളും, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. കുറേ പേര് ചോദിക്കുന്നുണ്ട് പ്രഗ്നൻസി പീരീഡ് മേക്കപ്പ് ചെയ്യാമോ, എന്തൊക്കെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ ഇങ്ങനെയൊക്കെ. നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സേഫ് ആയിട്ടുള്ള മോയ്സ്ചറൈസറും സൺസ്ക്രീനും നിങ്ങൾ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യണം. കാരണം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എന്തായാലും ഈ ബോഡി ഫുള്ള്, നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്കെന്ന് പറഞ്ഞാൽ ബോഡിയും എല്ലാം ഭയങ്കരമായിട്ട് ഡ്രൈ ആവുമായിരുന്നു. പക്ഷേ മോയ്സ്ചറൈസർ സ്ഥിരമായിട്ട് ഫേസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഫേസ് ഒട്ടും ഡ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല. ഫേസ് നന്നായിട്ട് പണ്ടത്തെ പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട്. പക്ഷേ ഞാൻ കൈ ഭയങ്കര ഡ്രൈ, എൻ്റെ ബോഡി ഭയങ്കര ഡ്രൈ. അപ്പോൾ ഞാൻ റെഗുലറായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മടിയാവുമല്ലോ. നമുക്ക് ഇത് കയ്യിൽ തന്നെ തേച്ച് വരാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് നമുക്കറിയാതെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ലായിരുന്നു. അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഫേസിന് കുഴപ്പമൊന്നുമില്ല, കാരണം ഫേസിൽ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീൻ ഡെഫിനറ്റ്ലി ഇടണം. ഞാൻ ഇപ്പോൾ ഹീലിയോ കെയറിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. മറ്റേ മോയ്സ്ചറൈസർ ആണെങ്കിൽ സെറ്റഫിലിൻ്റെ. അത് ഞാൻ പ്രഗ്നൻ്റ് ആയ പിന്നെ ഇത് രണ്ടും ഞാൻ ചൂസ് ചെയ്തത്. ഹീലിയോ കെയർ ഞാൻ ചൂസ് ചെയ്യാൻ കാരണം ഇതൊരു ടിൻറ്റഡ് സൺസ്ക്രീനാണ്. അപ്പോൾ നമുക്ക് വേറെ ഫൗണ്ടേഷൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിട്ട് കഴിഞ്ഞാൽ. പിന്നെ ഇത് സേഫാണ്, പ്രഗ്നൻസി സേഫാണ്, ടെസ്റ്റഡ് ആണ്. അതെല്ലാം നിങ്ങൾ കുറച്ചും കൂടെ ടിൻറ്റഡ് ഒന്നും നിങ്ങൾക്ക് വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾ സ്ക്രല്ലിൻ്റെ സൺസ്ക്രീൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം. ഭയങ്കര സേഫാണ്, പ്രത്യേകിച്ച് കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല, വിശ്വസിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. എന്നാലും നിങ്ങൾ സ്കിൻ ഡോക്ടറെ കണ്ട് അവരോട് ചോദിച്ചിട്ട് മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. എനിക്കതുപോലെ ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് ബ്രാൻഡാണ് ഷിനേൽ. അത് കുറേ പേര് കേട്ടിട്ടുണ്ടാവും, കുറേ പേര് കേട്ടിട്ടുണ്ടാവില്ല. ഒരു അടിപൊളി ബ്രാൻഡ് കേട്ടോ. ആൻഡ് ഇറ്റ്സ് വെരി 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 എക്സ്പെൻസീവ്. ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്നത് അഹാനയുടെ വീഡിയോസിനാണ്. എനിക്ക് അഹാനയുടെ വ്ളോഗ് ഭയങ്കര ഇഷ്ടമാണ്, അഹാന കൃഷ്ണകുമാർ. അപ്പോൾ ഞാൻ അവരുടെ വ്ളോഗിലാണ് ഈ ഷിനേൽ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ച് കേട്ടത്. ആൻഡ് അത് ഭയങ്കര എക്സ്പെൻസീവ് ആണെങ്കിലും അതിൻ്റെ ഗുണമുണ്ട്. അതിൻ്റെ ഹൈലൈറ്റർ, ബ്ലഷ്, ഫൗണ്ടേഷൻ, സ്പ്രേ, എവറിത്തിങ് ഇസ് സോ ഗുഡ്. സ്പ്രേ ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല റേറ്റാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒന്നും സ്മെല്ല് പറ്റാണ്ടായി, പ്രത്യേകിച്ച് ഷിനേലിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രൊഡക്റ്റിൻ്റെ സ്മെല്ല് എനിക്ക് പറ്റാണ്ടായി. ഇപ്പോഴും ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്കത് അന്ന് ഒരു ട്രോമ പോലെ സ്മെല്ല് വന്നിട്ട് ഇപ്പോൾ കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ നമുക്കൊരു ചെറിയൊരു അൺഈസിനെസ് വരും, ബുദ്ധിമുട്ട് വരും, നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ലിപ്സ്റ്റിക്ക് ഞാൻ മാക്കിൻ്റെ മാരക്കേഷ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ചെയ്യുന്നത് കേട്ടോ. അതെപ്പോഴും ഞാൻ തന്നെ യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ സ്കിന്നും എന്ത് പോവും. ഭയങ്കര രസമാണായിട്ട്. പക്ഷേ ലോങ് ലാസ്റ്റിംഗ് അല്ല. ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ മുഴുവൻ കയ്യിലായിരിക്കും. ലോങ് ലാസ്റ്റിംഗ് ഉള്ളത് മേടിക്കായിരിക്കും നല്ലത്, ഉരച്ചാലും പോവില്ല. ഇതാവുമ്പോൾ ഭംഗിയായിട്ട് ഇരുന്നോളും. മെയിനായിട്ട് പ്രഗ്നൻസി സേഫാണ്, പ്രഗ്നൻ്റ് ലേഡീസ് യൂസ് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാവരും പോയി യൂസ് ചെയ്യല്ലേ, നിങ്ങളുടെ സ്കിൻ ടൈപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. റയർ ബ്യൂട്ടിയുടെ ബ്ലഷ്. അതെ മതി. കണ്ണെഴുതുന്ന വീഡിയോ, കണ്ണെഴുതുന്നത് കിട്ടാൻ പാടാ. I'm thinking like we can smudge the eyes. മുകളിൽ എഴുതി കൊടുത്തു, താഴെ നല്ല ഡാർക്ക് ആയിട്ട് എഴുതി കൊടുക്കണം.
inner lines, spreading, ചെറിയൊരു വാലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്കിനി മറ്റേ നമ്മുടെ കൺസീലർ യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്യാം. എൻഡ് ഒന്ന് കൂർപ്പിക്കുന്നുണ്ട്. ഐ മേക്കപ്പ് ഡൺ. ഇനി കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒക്കെ ഒന്ന് ഇതാക്കി കൊടുത്താൽ ഐബ്രോ നമുക്ക് ചെറുതായിട്ടൊന്ന് ഡാർക്കൻ ചെയ്യാം. ഐബ്രോ ഞാൻ തന്നെ ത്രെഡ് ചെയ്ത് കേട്ടോ. സെറ്റിംഗ് സ്പ്രേ ഇത് ഞാൻ കല്യാണത്തിന് വേണ്ടിയിട്ട് മേടിച്ച ലണ്ടൻ ഐക്കോണിക് സെറ്റിംഗ് സ്പ്രേ ആണ്. നല്ലതല്ലേ? നമ്മൾ സാരി നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊടുത്ത ആളെ കാണിച്ചു തരാം. വാ, അമ്മ അടിപൊളിയായിട്ട് സാരി കൊടുത്തിട്ടുണ്ട്. അയ്യോ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള സാരി. ആക്ച്വലി ഞാൻ മുകളിലേക്ക് വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. ബാക്ക് കോംബ് ചെയ്തിട്ട് മറ്റേ പാക്കിലേക്ക് പിന്നീടാന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇരിക്കുന്ന കുഴപ്പമില്ല. ഇറങ്ങി നമുക്ക് അവിടേക്ക് ചെല്ലാം. മേക്കപ്പ് എങ്ങനെ ഇടുന്ന എല്ലാവരും പറയണേ. മേക്കപ്പ് ഇപ്പം തന്നെ പോയി തുടങ്ങിയോ? എനിക്ക് എൻ്റെ ഐ മേക്കപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ എൻ്റെ ഐ മേക്കപ്പ്? കൊള്ളൂല്ലേ? സത്യമായിട്ട് ഇഷ്ടപ്പെട്ടോ? പപ്പറില്ലേ ഈ ഇങ്ങനെ വലിച്ചു കെട്ടുന്ന എത്ര ഭംഗിയുണ്ട്. ഇത് നല്ലതാണ്. പക്ഷെ എനിക്കത് കെട്ടണം ആഗ്രഹം തോന്നിട്ട് സത്യമായിട്ട് ഭംഗിയുണ്ടോ? ഇത് ഭംഗിയില്ല. അപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കെട്ടിയത് സത്യമായിട്ടോ. സത്യമായിട്ടോ. പക്ഷെ എക്സ്പ്രഷൻ കണ്ടിട്ട് അത്ര ഭംഗിയുള്ളല്ലോ തോന്നുന്നു. ഞാൻ പിരിയാൻ ത്രെഡ് ചെയ്ത് എങ്ങനെയുണ്ട്? അപ്പൊ ബാക്കിയൊന്നും കൊണ്ടുപോകേ? മാല എങ്ങനെയുണ്ട്? ആനയുണ്ടെന്ന് തോന്നുന്നുണ്ട്. സാരി എങ്ങനെയുണ്ട്? ഒരുപാട് നാളായി ഇപ്പൊ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടും കണ്ടക്ട് ചെയ്തിട്ടും. അപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേദിയിലേക്ക് ഇറങ്ങാൻ. വെയിറ്റിംഗ്. ഡാൻസ് കളിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്യാമറമാനും എത്തിയിട്ടുണ്ട്. പിള്ളേരുടെ മേക്കപ്പ് ഒക്കെ എന്തായാലും നമുക്ക് ബാക്ക് സ്റ്റേജിൽ പോയിട്ട് നോക്കാം. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഒരു ടെൻഷൻ പോലെ. ടെൻഷൻ രാവിലെ തൊട്ട് എനിക്കുണ്ടായിരുന്നു. വെറുതെ അനാവശ്യ ടെൻഷൻ. ഒന്നും കാര്യമില്ല. ടെൻഷൻ ഉണ്ടായി. ഡാൻസ് പ്രോഗ്രാമിൻ്റെ അന്ന് നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ്. അത് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് ഫീലിംഗ്. ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ശിവഗംഗ ഡാൻസ് കോസ്റ്റ്യൂംസിൽ എൻ്റെ സ്റ്റുഡൻസിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഭരതനാട്യ കച്ചേരിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന കുറച്ച് കോസ്റ്റ്യൂംസാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന സ്കേർട്ട് മോഡൽ കോസ്റ്റ്യൂമാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. മോഹിനിയാട്ടം പോലെയാണ് സ്കേർട്ട് വന്നിട്ടുള്ളത്. ആൻഡ് മുകളിലേക്ക് ബ്ലൗസിൽ ധാവണി അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരാം.
ഫോട്ടോ മൊത്തം എടുത്തത് മുല്ലപ്പൂ വെക്കാണ്ടോ. മല്ലാരിയോടെയാണ് ആരംഭിക്കുന്നത്. ക്ഷേത്ര പരമ്പരയിൽ അതീവ പ്രാധാന്യമുള്ള മംഗള സംഗീത രൂപമായ മല്ലാരിയിലൂടെ ദേവിയെ വണങ്ങി ഞങ്ങൾ Jai